ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നിങ്ങളോട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും, ഇനി അതല്ല പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാലും അത് PV = nRT ആണ്. ഇവിടെ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അവിടെയുള്ള ടേമുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്ത് വെക്കണം. P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് വോളിയം ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഞ്ഞ് n സ്മോൾ n ആരാ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. എന്താ ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ സ്മോൾ n കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്മോൾ n നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. സ്മോൾ n നെ ഞാൻ മാറ്റി എഴുതുന്നു. n = N ഡിവൈഡഡ് ബൈ NA എന്ന് എഴുതി വെക്കുന്നു. ആരൊക്കെയാ ഇത്? ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കുക. എന്താ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ NA കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ആരായി NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. സോ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെയാണ് കിട്ടുക? നമ്പർ ഓഫ് മോൾസ് തന്നെയാണ് കിട്ടുക, സ്മോൾ n തന്നെയാണ് കിട്ടുക. സോ സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വെച്ചാൽ എനിക്ക് കിട്ടും PV = N ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഇൻറ്റു R/T. ഇവിടെ R എന്ന് പറഞ്ഞാൽ ആരാ? R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്കറിയാം, അത് 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. ഓക്കെ ആണോ? റെഡി ആണ്? ജസ്റ്റ് ആറിന്റെ വാല്യൂ ഒന്ന് ഓർത്തു വെക്കാം. സോ ഇവിടെ PV = N ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഇൻറ്റു R/T എന്ന് കിട്ടി. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. NA എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്, അതും ഒരു കോൺസ്റ്റന്റ്. അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ നമുക്കറിയാം 6.022 × 10⁻23. സോ R എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, NA എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ ആയിക്കോട്ടെ, രണ്ടും കോൺസ്റ്റന്റ് ആണ്. സോ ഈ രണ്ട് കോൺസ്റ്റന്റിനെയും കൂടെ നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. R/NA മാറ്റുകയാണ്. R/NA അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പറിനെ ഞാനൊരു പുതിയ കോൺസ്റ്റന്റ് ആക്കി മാറ്റി. ആ പുതിയ കോൺസ്റ്റന്റിനെ ഞാൻ പേരിട്ട് വിളിച്ചു KB അല്ലെങ്കിൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. എന്താ പേര് കൊടുത്തത്? KB എന്ന് പേര് കൊടുത്തു. ദാറ്റ് ഈസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. സോ ഇവിടെ R/NA നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R/NA നമ്മൾ മാറ്റി എഴുതുകയാണ്. PV = N ഇൻറ്റു R/NA നമ്മൾ KB ആക്കി, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആക്കി. ദാറ്റ് ഈസ് N ഇൻറ്റു KBT എന്ന് എഴുതി വെച്ചു. സോ നമുക്കിവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷന് മറ്റൊരു ഇക്വേഷൻ കിട്ടി. എന്തായത് PV = N ഇൻറ്റു KB/T ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള KB എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ എത്രയാ? KB എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഈ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.38 × 10⁻23 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിങ്ങൾക്ക് PV = nRT എന്ന് കാണാം. ഈ എന്നിന് പകരം നിങ്ങൾക്ക് PV = μRT എന്നും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്. സോ എന്നിന് പകരം μ എന്ന് എഴുതിയാലും എന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കാം, അത് നമ്പർ ഓഫ് മോൾസ് തന്നെയാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷനാണ് മക്കൾ കൃത്യമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. PV = small n ഇൻറ്റു R/T, PV = N KBT. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ വാല്യൂ ഓഫ് PV/T ഫോർ 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് നിയർലി ഈക്വൽ ടു. നോക്കണേ, നമുക്കറിയാം PV = nRT ആണ്. ഇവിടുന്ന് കിട്ടിയത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ നിന്നും PV / T എടുക്കുന്നു. ഈ T ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുക. സോ PV / T എടുത്തായിരിക്കും എന്താ കിട്ടുക? N ഇൻറ്റു R എന്ന് കിട്ടും. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു, എന്താ തന്നിട്ടുള്ളത്? ദ വാല്യൂ ഓഫ് PV/T ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആരുടെയാ? ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ. ഒരു മോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ N = 1. സോ N = 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും PV / T = 1 × R which is equal to R എന്ന് കിട്ടും. നോക്കണേ, PV / T 1 മോളിന്റെ കേസിൽ R ആണ് നമുക്ക് കിട്ടി. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്കറിയാം, അത് 8.3 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. സോ ആൻസർ കിട്ടിയില്ലേ? ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ PV / T എന്ന് പറയുന്നത് R ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 8.3 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണോ? റെഡി ആണെങ്കിൽ അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. എ റിയൽ ഗ്യാസ് ബിഹേവ്സ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ്. നമുക്കറിയാം ശരിക്കും ഐഡിയൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ശരിക്കും ഐഡിയൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടു പരിചിതമായിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഐഡിയൽ ബിഹേവിയറിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. എപ്പോഴാ ഐഡിയൽ ബിഹേവിയറിനെ അപ്രോച്ച് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അത് ഹയർ ടെമ്പറേച്ചറിലും ലോവർ പ്രഷറിലുമാണ്. സോ അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ലോവർ പ്രഷർ നമുക്ക് പറയാം ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. സെറ്റ് അല്ലേ? സോ റിയൽ ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് അത് ഹൈ ടെമ്പറേച്ചറിലും എപ്പോഴാ ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ് എന്ന് വളരെ വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് ഓഫ് എ സർട്ടൻ എമൗണ്ട് ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് 2 പ്രഷേഴ്സ് P1 ആൻഡ് P2 ആർ ഷോൺ ബിലോ. സോ നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് ആണ്. സോ വോളിയത്തിനെ നിങ്ങൾ y ആക്സിസിൽ എടുത്തു, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ നിങ്ങൾ x ആക്സിസിലും എടുത്തു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് പ്രഷർ ഈസ് ലാർജർ, P1 ആണോ P2 ആണോ വലുത് എന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ് എന്താ? V/T ഗ്രാഫ് ആണ്. സോ ഏതൊരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോക്കണേ, ഏത് ഗ്രാഫ് ആയിക്കോട്ടെ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? y ആക്സിസ് ബൈ x ആക്സിസ്. സോ ഇവിടെ V/T അല്ലെങ്കിൽ VT ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ എടുക്കുക. VT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിലുള്ള ആള് ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ആള്. y ആക്സിസിൽ വോളിയം ആണ്, x ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്. സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് V/T ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം PV എന്ന് പറയുന്നത് nRT. അങ്ങനെയാണെങ്കിൽ V/T എന്തായിരിക്കും? ഈ T ഇപ്പുറത്തേക്ക് വരിക, P അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. V/T എടുത്തു കഴിഞ്ഞാൽ എനിക്ക് NR/P ആണെന്ന് കിട്ടും. നോക്കണേ, ഇവിടെ N എന്ന് പറഞ്ഞാൽ ആരാ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ N ആയിക്കോട്ടെ R ആയിക്കോട്ടെ കോൺസ്റ്റന്റ്സ് ആണ്. സോ V/T എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ് എന്ന് കിട്ടി. സോ V/T എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ V/T എന്ന് പറഞ്ഞാൽ ആരാ? V/T എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ് എന്ന് നമ്മൾ കണ്ടു. സോ ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കാം ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ. സോ ഇവിടെ സ്ലോപ്പ് കൂടിയാൽ എന്താ സംഭവിക്കുക? സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. സോ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഏത് ഗ്രാഫിനാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്ക് പ്രഷർ കുറവായിരിക്കും. ഇവിടെ P1-നാണോ P2-നാണോ സ്ലോപ്പ് കൂടുതൽ ഉള്ളത്? ഇവിടെ P2-നാണ് സ്ലോപ്പ് കൂടുതലുള്ളത്. സോ P2-ന് സ്ലോപ്പ് കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഏത് ഗ്രാഫാണോ സ്ലോപ്പ് കൂടുതലുള്ളത് അയാളുടെ പ്രഷർ കുറവായിരിക്കും. സോ ഇവിടെ P2-ന്റെ സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് P2 എന്ന പ്രഷർ P1-നേക്കാൾ ചെറുതാണ്. ഓക്കെ ആണോ? റെഡിയാണ്. ഇത്ര മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കുക. ഗ്രാഫിന്റെ സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് പ്രഷർ കുറവാ. സോ ഇവിടെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കൂടുതലുള്ളത് P2-നാണ്. സോ P2 എന്ന് പറഞ്ഞ പ്രഷർ ചെറുതാണ്, P1 എന്ന് പറഞ്ഞ പ്രഷർ വലുതാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാർജർ പ്രഷർ ഏതാണ് എന്നാണ്. ലാർജർ പ്രഷർ നമുക്ക് കിട്ടിയത് P1 ആണ്, സ്ലോപ്പ് കുറഞ്ഞിട്ടുള്ള ആളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡി ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റ് അല്ലേ? ഓക്കെ. റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്താ? പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് 3-4 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. 4 അപ്പുറം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. സോ കൃത്യമായിട്ട് 4 പോസ്റ്റുലേറ്റ്സ് എന്തായാലും പഠിക്കുക. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് നോക്കണേ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. നോക്കണേ, ഗ്യാസ് മോളിക്യൂൾസിന് ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തു. സോ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിന് ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തപ്പോൾ നമ്മൾ കണ്ടു അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്, ചറപറ മോഷനിലാണ്. പല ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്? പല വെലോസിറ്റി ഇവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരുടെ മോഷനെ പറ്റി പറഞ്ഞപ്പോൾ, ചലനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഇവരുടെ മോഷൻ റാൻഡം മോഷൻ ആണ്. എല്ലാ പോസിബിൾ ഡയറക്ഷൻസിലും എല്ലാ പോസിബിൾ വെലോസിറ്റിയിലും ഇവർ ചറപറ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ചറപറ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. സോ നമുക്ക് പറയാം ഇവിടെ ചറപറ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനിലുള്ള ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് വിത്ത് വൺ അനദർ. ഇനി ഇവർ തമ്മിൽ മാത്രമാണോ കൊളൈഡ് ചെയ്യുന്നത്? അല്ല,
മാത്രമല്ല ഇവരെ ഏത് പാത്രത്തിലാണോ ഏത് വെസലിലാണോ എടുത്തിരിക്കുന്നത് ആ വെസലിന്റെ വാൾസിലും ആ വെസലിന്റെ മതിലിലും പോയിട്ട് ഇവര് കൊളൈഡ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം ഇവിടെ റാൻഡം മോഷനിലുള്ള മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ പോസിബിൾ ഡയറക്ഷനിൽ എല്ലാ പോസിബിൾ വെലോസിറ്റിയിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലും കൊളൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ കണ്ടെയ്നറിന്റെ വാൾസിലും പോയിട്ട് കൊളൈഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സിമ്പിൾ അല്ലേ? വളരെ ഈസിലി നമ്മൾ പഠിച്ചു വെച്ചു രണ്ട് പോസ്റ്റുലേറ്റ്സ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് മനസ്സിലാക്കി വെക്കാം. ദ മീൻ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി എടുത്തു കഴിഞ്ഞാൽ ഈ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആ. ഇവിടെ ടെമ്പറേച്ചറിന് പകരം ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. എന്താ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് പറയാം ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. എളുപ്പമല്ലേ? നാലാമത്തെ പോസ്റ്റുലേറ്റ് നോക്കണേ. ദ സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ എടുക്കുന്ന സമയത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് വളരെ വളരെ കമ്പാരബിൾ ആണെന്ന് പറയാം. സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് പറയാം ഗ്യാസ് മോളിക്യൂൾസ് വളരെ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് വളരെ വളരെ കമ്പാരബിൾ ആണ്. എന്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് വളരെ ചെറുതാണ്, ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് കമ്പാരബിൾ ആണ്. സെറ്റ് അല്ലേ? ഈസിലി നമ്മൾ 4 പോയിന്റ് പഠിച്ചു വെച്ചില്ലേ? ഓക്കെ ആണ്. ഇനി അഞ്ചാമത്തെ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിക്കണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ദ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് മോളിക്യൂൾസിന് എടുത്തു. ഇവിടെ അനുഭവപ്പെടുന്ന ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഉണ്ടാകുന്ന കൊളീഷൻ കൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ള മോളിക്യൂൾസ് ഈ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഇവിടെ പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ? ഈ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന കൊളീഷൻ മാത്രമാണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മളിവിടെ 5 പോസ്റ്റുലേറ്റ്സ് എന്ത് ചെയ്തു? വളരെ സിമ്പിൾ ആയിട്ട് ഈസിലി പഠിച്ചു വെച്ചു. സോ 4 5 അല്ലെങ്കിൽ 3 4 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. റെഡി ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകൾ ഒന്ന് ഓർത്ത് വെക്കാം. ഒന്നാമത്തേത് എന്താ? ഐഡിയൽ ഗ്യാസിലുള്ള കൊളീഷൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എന്നാൽ റിയൽ ഗ്യാസസിനകത്തുള്ള കൊളീഷൻസ് എന്തല്ല? ഇലാസ്റ്റിക് അല്ലാതെ നോൺ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇനി മറ്റൊരു പോയിന്റ് എന്ത് ഓർത്ത് വെക്കാം? ഇവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഇവിടെ ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. എന്നാൽ റിയൽ ഗ്യാസിന്റെ കേസിൽ അവിടെ എന്തുണ്ട്? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? അത് വെറും ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. സെറ്റ് അല്ലേ? ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്? മെൻഷൻ ഇറ്റ്സ് ടേംസ്. സോ പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ഓർത്ത് വെക്കണം. എന്താ മക്കളെ പ്രഷറിന്റെ ഇക്വേഷൻ? P is equal to 1/3 nm². ആണ്. ഇവിടെ P എന്ന് പറയുന്നത് പ്രഷർ ആണ്. N എന്ന് പറഞ്ഞാൽ ആരാ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ല, നമ്പർ ഡെൻസിറ്റി ആണ്. എന്താ? N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. എന്താ ഈ നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇതാണ്. നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സോ ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്പർ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്പർ ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ V എടുക്കുക. ആരായി ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് ക്യാപിറ്റൽ N കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. സോ ഒരു യൂണിറ്റ് വോളിയത്തിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്മോൾ n എന്ന് വിളിക്കാം. ഈ സ്മോൾ n കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ക്യാപിറ്റൽ N നെ V കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? റെഡി ആണോ? ഓക്കെ. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ? ഉണ്ടല്ലേ. ഇവിടെ V ബാർ എന്ന് പറയുന്നത് എന്താ?
RMS വെലോസിറ്റി ആണ്. സോ പ്രഷറിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാം, അത് 1/3 NM V bar സ്ക്വയർ ആണ്. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, V bar എന്ന് പറയുന്നത് RMS വെലോസിറ്റി ആണ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് 1 മോളിക്യൂൾ ആണ്, ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. കോൺസെപ്റ്റ് റെഡി അല്ലേ, സെറ്റ് അല്ലേ? സോ M എന്ന് പറയുന്നത് മാസ് ഓഫ് 1 മോളിക്യൂൾ ആണ്. റെഡി ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. What is the kinetic interpretation of temperature of gases? So kinetic interpretation of temperature of gas എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആവറേജ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്, ബന്ധമാണ് നമ്മളോട് ചോദിച്ചത്. എങ്ങനെയാണ് നമ്മൾ ആ ബന്ധം പറഞ്ഞു വെക്കുക? നമ്മൾ പ്രഷറിന്റെ ഇക്വേഷൻ എടുക്കുക. എന്താ ഈ പ്രഷറിന്റെ ഇക്വേഷൻ? P is equal to 1/3 NM V bar സ്ക്വയർ ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, M എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്, V bar എന്ന് പറയുന്നത് RMS വെലോസിറ്റി ആണ്. നമുക്കറിയുന്ന കാര്യമാണ്. സോ പ്രഷറിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കാം. ഓക്കെ ആണോ? റെഡി അല്ലേ, സെറ്റ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? N എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് നമ്പർ ഡെൻസിറ്റി ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P is equal to 1/3 into N നെ നമ്മൾ മാറ്റി എഴുതി, ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ M into V bar സ്ക്വയർ എന്ന് എഴുതി വെച്ചു. ഓക്കെ ആണോ? റെഡിയാണ്. ഇവിടെ V എന്ന് പറയുന്നത് വോളിയം ആണ്. ഈ V ഞാൻ അപ്പുറത്തേക്ക് എടുത്ത എനിക്ക് കിട്ടും PV is equal to 1/3 into ക്യാപിറ്റൽ NM V bar സ്ക്വയർ എന്ന് കിട്ടി. സെറ്റ് ആണോ? റെഡിയാണ്. PY is equal to 1/3 ക്യാപിറ്റൽ NM V bar സ്ക്വയർ എന്ന് കിട്ടി. PV യുടെ ഇക്വേഷൻ നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. PV is equal to ക്യാപിറ്റൽ N into KB into T ആണ് എന്ന് നമുക്കറിയാം. സെറ്റ് അല്ലേ? സോ ഇവിടെയും PV കിട്ടി, ഇവിടെയും PV കിട്ടി. സോ ഈ രണ്ട് ഇക്വേഷൻസിനെയും കൂടെ ഇക്വേറ്റ് ചെയ്തു. രണ്ടുപേരെയും കൂടെ ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? എനിക്ക് കിട്ടും PV is equal to 1/3 NM V bar സ്ക്വയർ ആണ്, PV is equal to NKBT ആണ്. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് എടുത്തെഴുതുകയാണ്. ഓക്കെ, 1/3 NM V bar സ്ക്വയർ is equal to N into KBT എന്ന് കിട്ടി. സംശയമുണ്ടോ? ഇല്ല. ഇവിടെ N ഉം N ഉം കോമൺ ആണ്, രണ്ട് N ഉണ്ട്, രണ്ടുപേരെയും വെട്ടിമാറ്റിയപ്പോ 1/3 M V bar സ്ക്വയർ is equal to KBT എന്ന് കിട്ടി. ഇവിടെ 3 ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. 3 ഞാൻ അപ്പുറത്തേക്ക് എടുത്താൽ M V bar സ്ക്വയർ is equal to 3 KBT എന്ന് കിട്ടി. രണ്ട് സൈഡിലും 1/2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണേ. രണ്ട് സൈഡിലും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് M V bar സ്ക്വയർ is equal to 3/2 KBT എന്ന് കിട്ടും. സംശയമുണ്ടോ? ഇല്ല. ഇവിടെ ഹാഫ് M V bar സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? ഹാഫ് M V സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് M V സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. സോ ഹാഫ് M V bar സ്ക്വയർ എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജിയാണ്. സോ ആവറേജ് കൈനറ്റിക് എനർജിയെ K bar എന്ന് റെപ്രസെന്റ് ചെയ്തു. ആവറേജ് കൈനറ്റിക് എനർജി is equal to 3/2 KBT എന്ന് ഇക്വേഷൻ കിട്ടി. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ആവറേജ് കൈനറ്റിക് എനർജി is equal to 3/2 into KB into T എന്ന് കിട്ടി. ഇവിടെ KB എന്ന് പറഞ്ഞാൽ ആരാ? അത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. സംശയമുണ്ടോ? ഇല്ല. സോ നമുക്കിവിടെ ടെമ്പറേച്ചറിന്റെയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും റിലേഷൻ കിട്ടി, ഇവർ തമ്മിലുള്ള ബന്ധം കിട്ടി. എന്താ കിട്ടിയത്? കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി is equal to 3/2 KBT ആണ്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് KB. സോ നമുക്ക് കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് എഴുതി വെക്കാം. ഇതാണ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആവറേജ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയാം കൈനറ്റിക് എനർജി is equal to 3/2 KBT ആണ്. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സെറ്റ് അല്ലേ? ഇനി നിങ്ങളോട് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിലല്ല ചോദിക്കുന്നത്, വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ P is equal to 1/3 NM V bar സ്ക്വയർ. സോ പ്രഷറിന്റെ ഇക്വേഷൻ തന്നു. എന്താ പ്രഷറിന്റെ ഇക്വേഷൻ തന്നത്? P is equal to 1/3 NM V bar സ്ക്വയർ എന്ന് തന്നു. എന്നിട്ട് അവിടെയുള്ള ടേംസും പറഞ്ഞു. M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ മോളിക്യൂൾ ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്ത സെയിം ഡെറിവേഷൻ എടുത്താൽ നമുക്ക് കിട്ടും ആവറേജ് കൈനറ്റിക് എനർജി is equal to 3/2 KBT എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യൻ നിങ്ങളോട് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ല ചോദിക്കുന്നത്, മറിച്ച് കൈനറ്റിക് എനർജി ആവറേജ് കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്തെടുക്കാൻ പറഞ്ഞാലും ഇതേ രീതിയിൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പ്രൂഫ് തന്നെ എഴുതി വെക്കാം.
കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ നിങ്ങളോട് ചോദിക്കുകയാണ് യൂസിങ് കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. കൈനറ്റിക് തിയറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാണ്? പ്രൂവ് ചെയ്യാൻ പറയുന്നു ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നിങ്ങളോട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നു. എന്തുപയോഗിച്ച് പ്രൂവ് ചെയ്യാനാ പറയുന്നത്? നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാ. ചെയ്തൂടെ? കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ് പ്രകാരം നമുക്ക് പ്രഷറിന്റെ ഇക്വേഷൻ അറിയാം. P is equal to 1/3 nmv². ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത സെയിം പരിപാടി തന്നെ. സോ ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പതറാൻ പാടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആൻസർ എഴുതി വെക്കാം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ അറ്റ് 127 ഡിഗ്രി സെൽഷ്യസ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അത് കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു KBT ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 127 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 127 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുന്നു. 127 പ്ലസ് 273 വിച്ച് ഈസ് ഈക്വൽ ടു 400 കെൽവിൻ ആണെന്ന് കിട്ടി. നമ്മൾ എന്താ പഠിച്ചത്? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് പഠിച്ചത്. ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു KB ഇൻറ്റു T. എത്രയാ ടെമ്പറേച്ചർ? 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ 200 കിട്ടും. സോ നമുക്ക് കിട്ടി 3 into 200 ദാറ്റ് ഈസ് 600 into KB എന്ന് കിട്ടി. KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഈ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാ? KB ഈസ് ഈക്വൽ ടു 1.38 into 10⁻⁻23 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് 600 into 1.38 into 10⁻⁻23 ആണ്. 6 into 1.38 എടുക്കുക. 6 into 1.38 into 100 into 10⁻⁻23 10⁻⁻21. സോ 6 into 1.38 ചെയ്തു നോക്കുക. 1.38 into 6 6 8 are 48 6 3 are 80 22 2 6 1s are 6 8 8.28 that is 8.28 into 10⁻⁻21 ആണെന്ന് കിട്ടി. എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? കൈനറ്റിക് എനർജിയാണ്. ആവറേജ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ അല്ലേ? സോ കിട്ടി 8.28 into 10⁻⁻21 ജൂൾ ആണ് ഒരു മോളിക്യൂൾ ഓക്സിജന്റെ കൈനറ്റിക് എനർജി. സെറ്റ് ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? How many types of degree of freedom are there? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താ? ഒരു സിസ്റ്റത്തിന് എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വഴികളിലൂടെ എനർജി പൊസസ് ചെയ്യാൻ പറ്റും, എനർജി ആക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാ 3 ടൈപ്സ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് ട്രാൻസ്ലേഷണൽ ആണ്, രണ്ടാമത്തേത് റൊട്ടേഷണൽ ആണ്, മൂന്നാമത്തേത് വൈബ്രേഷണൽ ആണ്. സോ 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിലും ഓർത്ത് വെക്കാം. ആ 3 ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ട്രാൻസ്ലേഷണൽ ആണ്, രണ്ടാമത്തേത് റൊട്ടേഷണലും, മൂന്നാമത്തേത് വൈബ്രേഷണലും ആണ്. എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മോണോ അറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഒരു ഡയറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ആ ഡയറ്റോമിക് ഗ്യാസ് റിജിഡ് ആണെങ്കിൽ അയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5ഉം നോൺ റിജിഡ് ആണെങ്കിൽ അയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 7ഉമാണ്. സോ ഓർത്ത് വെക്കുക 3 5 7. ആരുടെയാ? മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 3ഉം ഡയറ്റോമിക്കിൽ റിജിഡ് ആയിട്ടുള്ള ആളുടെ കേസിൽ 5ഉം നോൺ റിജിഡ് ആയിട്ടുള്ള ആളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 7 ആണ്. 3 5 7 ആണെന്ന് ഓർത്ത് വെക്കാം. ഈ 3 ടൈപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതില്ല. ട്രാൻസ്ലേഷൻ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ ജസ്റ്റ് എന്ത് ചെയ്യുക? വായിച്ചു വിടുക. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് വെക്കണം. എന്താ? ഒരു സിസ്റ്റത്തിന് അയാൾക്ക് ഏതൊക്കെ വിധേന ഏതൊക്കെ വഴികളിലൂടെ എനർജി ആക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്പ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. 1 ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, 3 വൈബ്രേഷണൽ. ഇനി ഓരോ ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർത്ത് വെക്കാം. മോണോഅറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. ഇനി ഡയറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ, റിജിഡ് ആണെങ്കിൽ അയാളുടെ ഇത് 5ഉം, ഇനി നോൺ റിജിഡ് ആണെങ്കിൽ 7 ആണെന്നും ജസ്റ്റ് ഓർത്ത് വെക്കാം.
കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? സെറ്റ് ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? നോക്കണേ, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടും, ഈക്വലി പാർട്ടീഷൻ ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ഇവിടെ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് ഇൻറ്റു KBT ആയിരിക്കും. കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടും, ഈക്വലി പാർട്ടീഷൻ ചെയ്യപ്പെടും. അത്തരത്തിൽ പാർട്ടീഷൻ ചെയ്യപ്പെടുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഹാഫ് KBT ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് KBT എനർജി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസ് എടുക്കുകയാണ്. മോണോ അറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? മോണോ അറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു, അയാൾക്ക് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. സോ ഇയാളുടെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ ഹാഫ് KBT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് കൊണ്ട് 3 × 1/2 KBT ആണ് ഇവിടെയുള്ള ഇയാളുടെ ടോട്ടൽ എനർജി. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണ്. സോ ഇവിടെ മോണോഅറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ 3 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് KBT എനർജി വെച്ച് കിട്ടും. സോ ഇവിടെ ടോട്ടൽ എനർജി ടോട്ടൽ എനർജി U is equal to 3 × 1/2 KBT ആണ്. അതായത് 3/2 KBT ആണ്. സെറ്റ് അല്ലേ? സോ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കാം. എന്താ അത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് KBT ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത്? എന്താ ഈ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് കൊളീഷനിലാണ്. സോ തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, തമ്മിൽ പല ഡയറക്ഷനിൽ പോയിട്ട് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനാണ് ആ ഗ്യാസ് മോളിക്യൂള്. ഞാനൊരു കൊളീഷൻ കഴിഞ്ഞു. നോക്കണേ, ഞാനിവിടെ ഒരു തൊട്ടടുത്തുള്ള ഗ്യാസ് മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്തതിന് ശേഷം എനിക്ക് അടുത്ത കൊളീഷനുള്ള ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത കൊളീഷനുള്ള ത്വര വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത മോളിക്യൂളിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഒരു കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മോളിക്യൂളിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്? അതാണ് മീൻ ഫ്രീ പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അത് ആവറേജ് ഡിസ്റ്റൻസ് ആണ്. എപ്പോഴുള്ള ഡിസ്റ്റൻസാ? ഒരു മോളിക്യൂൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസാ. ഈ മോളിക്യൂള് ഒരു കൊളീഷന് ശേഷം അടുത്ത കൊളീഷൻ നടത്താൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്, ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നത്. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ ആണ്. 2 കൊളീഷനുകൾക്കിടയിൽ അയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ആവറേജ് മീൻ ഫ്രീ പാത്ത്, ആവറേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കൊളീഷൻ നടത്തി, അടുത്ത കൊളീഷൻ നടത്താൻ വേണ്ടി ഞാൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കാം. ഈ മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? L is equal to 1/√2 n/d² ആണെന്ന് ഓർത്ത് വെക്കാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാ. നമ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടെ d എന്ന് പറയുന്നത് എന്താ? d എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന മോളിക്യൂൾസിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, സോ ഓർത്ത് വെക്കാം. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ, ആവറേജ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ 1/√2 n/d² ആണ്. ഓക്കെ ആണെങ്കിൽ റെഡി ആണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കണേ. On decreasing the density of the gas, the mean free path is, നോക്കണേ, മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. L is equal to 1/√2 n × π/d² ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, π എന്ന് പറയുന്നത് 3.14 ഒക്കെയാണ്. d² എന്ന് പറയുന്നതിലെ d ആരാ? ഡെൻസിറ്റി ആണ് എന്ന് നമ്മൾ പഠിച്ചു. d² d എന്ന് പറയുന്നത് ഇവിടെയുള്ള മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, on decreasing the density of the gas, the mean free path is. നോക്കണേ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ലേ? ഉണ്ടാകും. സോ ഇവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള n-ന്റെ വാല്യൂ കുറയും. നോക്കണേ, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള n-ന്റെ നമ്പർ ഓഫ് ഡെൻസിറ്റിയുടെ വാല്യൂ കുറയും. നമ്പർ ഓഫ് ഡെൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് ഡെൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മീൻ ഫ്രീ പാത്ത് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മീൻ ഫ്രീ പാത്ത് അല്ലെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യപ്പെട്ട ആവറേജ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും.